പറഞ്ഞിട്ടുണ്ട് കോക്കനട്ട് ഓയിൽ ഓക്കെ ആണെന്ന്. നിങ്ങൾ ഫേസ് വാഷ് ചെയ്താൽ മാത്രം അത് പോകൂല. നിങ്ങൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഏരിയകളുണ്ട്. ഫസ്റ്റ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജോഡി ഥാരീസ്. എല്ലാവരും എന്തെടുക്കാണ് സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നത്. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മാക്സി ആണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ കോല ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ നമ്മുടെ വിഷയം മാക്സി അല്ല, എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനാണ് ഞാനിത് കാണിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ആലോചിക്കും, ഈ പകൽ ആരെങ്കിലും നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യുമെന്ന്. പകലല്ല, പാതിരാത്രി ഞാനിവിടെ കൊണ്ട് ഇങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെട്ടവും ഈ ഒരു ക്ലിയറും എനിക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പകൽ ഈ ഒരു സ്കിൻ കെയറിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എൻ്റെ സ്കിൻ ഇപ്പോൾ കണ്ടാൽ നിങ്ങൾക്കറിയാം ഹെൽത്തിയാണ്. ഹെൽത്തി മാത്രമല്ല, ഒരുപാട് പിമ്പിൾസ് കുറഞ്ഞിട്ടുണ്ട്, നല്ല രീതിക്ക് ബ്ലാക്ക് ഹെഡ്സ് ഫെയ്ഡ് ആയിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ട് എനിക്ക് വർക്കായ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്ന ഒരു സ്കിൻ കെയർ റൊട്ടീനാണിത്. ഞാൻ ഉദ്ദേശിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഞാൻ വിശ്വസിക്കുന്നു. അതായത് അടിപൊളി ഒരു സാധനമാണ് ഈ ഒരു സ്കിൻ കെയർ റൊട്ടീൻ. ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ്, ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ രീതിയിലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് എന്നെ എങ്ങനെയൊക്കെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്, എനിക്ക് എത്ര നല്ല രീതിയിൽ എൻ്റെ സ്കിന്നിന് ഇതാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. വീഡിയോയിൽ കൊടുക്കാം. ഓക്കെ, ഇതാണ് എൻ്റെ മുന്നത്തെ സ്കിന്ന്. ഈ സ്കിന്നിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈനി ബംസ് ഒരുപാട് ഉണ്ടായിരുന്നു. പിന്നെ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടായിരുന്നു. ഏരിയ ഫുൾ ബ്ലാക്ക് ഹെഡ്സ് ആയിരുന്നു. ഇങ്ങനെ ചുമ്മാ ഒന്ന് നോക്കി കൊടുത്ത് എനിക്കൂടെ ഇങ്ങനെ വൈറ്റ് ഹെഡ്സ് ഇറങ്ങി വരുമായിരുന്നു. പിന്നെന്ന് പറഞ്ഞാൽ ഫുൾ ഒരു ഹൈഡ്രേഷൻ ഇല്ലാത്ത എക്സ്ട്രീംലി ഡ്രൈ ആയിട്ടുള്ള ഒരു ഭാഗമായിരുന്നു ഇത്. ഇവിടെ ഫുൾ ഭയങ്കര ഓയിലി, ഒരു എന്താ പറയുക, എത്രയൊക്കെ എൻ്റെ സ്കിന്നിനെ എനിക്ക് ഡാമേജ് ആക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം ഞാൻ എൻ്റെ സ്കിന്നിനെ ഡാമേജ് ആക്കി വെച്ചു. നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതെൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനാണ്. അപ്പം ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ നൈറ്റിൽ മാത്രം ഫോളോ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ് ഇതിലുള്ളത്. ആ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഡബിൾ ക്ലെൻസിങ് മെത്തേഡാണ് ഞാനിപ്പോൾ നൈറ്റിൽ യൂസ് ചെയ്യുന്നത്. ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് ഇവിടെ എവിടെയെങ്കിലും എഴുതി കൊടുക്കാം. ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് എന്ന് പറയുന്നത് ബെസ്റ്റ് മെത്തേഡാണ് നിങ്ങളുടെ സ്കിന്ന് ഹെൽത്തി ആയിട്ടിരിക്കാനുള്ളത്. കാരണം നമ്മൾ രാത്രി നമ്മുടെ കിടക്കയിലിട്ട് കിടക്കാൻ പോകുമ്പം നമ്മുടെ മുഖത്ത് അത്യാവശ്യത്തിലധികം എന്താ പറയുക, കുറേ ചെളിയും എണ്ണ മെഴുക്കൊക്കെ ആയിട്ട് കിടക്കാൻ പോകുന്ന ഒരു അവസ്ഥയിൽ വെച്ചിരിക്കും. നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഫേസ് വാഷ് ഇട്ട് കഴുകിയിട്ട് നമ്മുടെ സ്കിൻ കെയർ ചെയ്തിട്ട് നമ്മൾ പോയി കിടക്കും. പക്ഷെ നിങ്ങൾ വിചാരിക്കും അതോടുകൂടി എല്ലാം തീർന്നെന്ന്. ഇല്ല, അങ്ങനെ തീരില്ല. ഡബിൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ മാത്രമേ, അതായത് ഡബിൾ ക്ലെൻസിങ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്ന് വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഞാൻ എന്താണ് ആദ്യം പറഞ്ഞത്, ഡബിൾ സ്കിൻ കെയർ എന്നാണ് പറഞ്ഞത്, ഡബിൾ ക്ലെൻസിങ് ആണ്. അപ്പോൾ ഞാൻ എന്തായാലും കട്ട് ചെയ്യുന്നില്ല, എനിക്ക് വയ്യ. അപ്പം ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ എന്താ പറയുക പോഴ്സിലുള്ള അഴുക്കും നിങ്ങളുടെ ഫേസ് ഫുള്ള് അഴുക്ക് പോവുള്ളൂ. ആ അഴുക്ക് പോയ ഫേസിലായിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, നിങ്ങളുടെ സ്കിൻ കെയർ അപ്ലൈ ചെയ്യാനായിട്ട്. അല്ലാതെ നിങ്ങൾ എന്ത് രീതി കാണിച്ചാലും, നിങ്ങൾ ഇപ്പം ഞാൻ പറയാം, ഒരു ഓയിലി സ്കിന്നാണെങ്കിൽ നിങ്ങളുടെ പോഴ്സ് ഒക്കെ ക്ലോക്ക് ആയിട്ടിരിക്കും. സോ നിങ്ങൾ ഫേസ് വാഷ് ചെയ്താൽ മാത്രം അത് പോകൂല. അപ്പൊ നിങ്ങൾ എന്തായാലും ഇറ്റ്സ് മസ്റ്റ് മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് ചെയ്യണം. എനിക്ക് തെറ്റിപ്പോണ കേസ്, എനിക്ക് എന്താ അറിയില്ല, വെള്ളി വീഴാണ്. ഞാൻ എടുക്കുന്നത് പഞ്ഞിയാണ്. എനിക്കറിയാം കോട്ടൺ പാഡൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിച്ച് യൂസ് ചെയ്യാം ഇഫ് യു ഹാവ് ദ മണി. കറന്റ് ഐ ഡോണ്ട് ഹാവ് ദ മണി, സോ ഐ ആം ജസ്റ്റ് യൂസിങ് കോട്ടൺ. ഇവിടെ ഉണ്ടായിരുന്ന കോട്ടൺ ആണ്. പിന്നെ അത് മാത്രമല്ല ഇറ്റ്സ് എന്താ പറയുക അഫോർഡബിൾ. സോ അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ക്വെഞ്ച് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു മൈസലാർ വാട്ടറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആണെങ്കിൽ ക്ലെൻസിങ് ബാം യൂസ് ചെയ്യാം. ക്ലെൻസിങ് ബാം അല്ല, ചിലർ എന്നോട് ചോദിക്കാറുണ്ട് കോക്കനട്ട് ഓയിൽ ഓക്കെ ആണെന്ന്. കോക്കനട്ട് ഓയിൽ ഓക്കെ ആണ്, നോർമൽ അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നുകാർക്ക് കുഴപ്പമുണ്ടാവില്ല. പക്ഷേ കോമ്പിനേഷൻ ഓയിലി സ്കിന്നുകാരുടെ എടുത്തിട്ട് വരുമ്പോൾ നമ്മുടെ സ്കിന്ന് ചിലപ്പോൾ ഈ പോഴ്സ് ക്ലോഗ് ചെയ്തിട്ട് പിമ്പിൾസ് വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തോ, നിങ്ങൾക്ക് അത്ര എന്താ പറയുക ഇതൊന്നും മേടിക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയാണെങ്കിൽ, അല്ലാത്തൊരവസ്ഥയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഇങ്ങനെ എന്തെങ്കിലും മൈസലാർ വാട്ടറോ അല്ലെങ്കിൽ ക്ലെൻസിങ് ബാമുകളോ യൂസ് ചെയ്യുക. അതാദ്യം നമ്മളൊരു കോട്ടണിലെടുക്കുക. ആൻഡ് ഞാനിത് എവറി ഡേ ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ രാവിലെ മേക്കപ്പ് ഇട്ടില്ലെങ്കിലും മേക്കപ്പ് ഇട്ടാലും വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിലും വെറുതെ ഇരിക്കുകയില്ലെങ്കിലും എവറി ഡേ ഞാൻ ചെയ്യുന്ന റൊട്ടീനാണിത്. ആൻഡ് നമ്മൾ ജസ്റ്റ് തൂത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഉച്ച സമയമല്ലേ ഉള്ളൂ, ഞാൻ കാണിച്ചു തരാം എൻ്റെ സ്കിൻ എങ്ങനെ ഇരിക്കുന്നതെന്ന്. ഉച്ച സമയത്തെ കണ്ണിലൊന്നും പോവാതെ സൂക്ഷിക്കണം കേട്ടോ. ഞാൻ ഈ കണ്ണിൻ്റെ അടിയിലൊക്കെ ഇട്ട് ഉരസുന്നതെന്ന് പറഞ്ഞാൽ കണ്ണിൽ പോകാതെയൊക്കെ നോക്കിയിട്ടാണ്. നിങ്ങൾ ഈ കണ്ണിൻ്റെ ഉള്ളിൽ കയറ്റി ഉരസിക്കരുത്. കണ്ണിൻ്റെ ഉള്ളിൽ കയറ്റി ഉരച്ച വിവരം അറിയും. കാരണം ഞാൻ അറിഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഈ ഒരു സ്ഥലത്തെ ചെളിയും ഈ ഒരു സ്ഥലത്തെ വെളുപ്പും കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇത് ഈ കളറും
ദി കളർ അല്ല, ദി കളർ. ഉച്ച സമയമായുള്ളൂ, അതിനുള്ളിൽ തന്നെ എൻ്റെ ഫേസിൽ വന്നേക്കുന്ന ഒരു ഡേർട്ടിൻ്റെ അളവാണ് നിങ്ങളിപ്പോൾ കണ്ടത്. സോ ഞാൻ ഇങ്ങനെ ഒരു ക്ലൻസിങ്, അതായത് ഞാൻ ഇപ്പോൾ മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ 2-3 പ്രാവശ്യം ഇത് ചെയ്യും കേട്ടോ. അതായത് ഇങ്ങനെ വൈപ്പ് ചെയ്ത് കളയും. പക്ഷെ വൈപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ദൈവത്തെ ഓർത്ത് നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അല്ലാതെ നിങ്ങൾ സിമെന്റിനെ അല്ല. സോ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പതിയെ വൈപ്പ് ചെയ്യാവുള്ളൂ. ഇങ്ങനെ എടുത്തിട്ട് ഇത് ഒരസി ഇപ്പൊ തന്നെ കുരുയൊക്കെ പറിച്ച് കളഞ്ഞേക്കാന്ന് വിചാരിച്ചൊന്നും ചെയ്തേക്കരുത്. വർക്കാവില്ല, നിങ്ങളുടെ സ്കിന്ന് സെൻസിറ്റീവായി പോവുള്ളൂ. ദൈവത്തെ ഓർത്ത് അങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്ത് വെച്ചേക്കരുത്. ഓക്കെ, ഇനി നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് വാഷിംഗ് ആണ്. ഓഫ്കോഴ്സ് നമ്മൾ ഡബിൾ ക്ലെൻസിങ് മെത്തേഡിന്റെ ഉള്ളിലുള്ള സാധനമാണ് ഫേസ് വാഷിംഗ്. ഫസ്റ്റ് നമ്മൾ ഇതുപോലെ ക്ലെൻസ് ചെയ്യുക, അതായത് റിമൂവ് ചെയ്ത് കളയുക. അതിനുശേഷം നമ്മൾ ഫേസ് വാഷ് ചെയ്യുക. ഇസഡെമ്മിന്റെ ഈ ഒരു സാലിസിലിക് ഫേസ് വാഷ് ആണ്, ടീ ട്രീ ആൻഡ് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ആണ്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ, ഞാനൊരു ലോക്കൽ സ്റ്റോറിൽ ചെന്നപ്പം, അതായത് ഞാൻ ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണ്, ഞാൻ ചോദിച്ചു എനിക്കിങ്ങനെ കുരുക്കൾ, അപ്പം എൻ്റെ മുഖം കാണുമ്പോൾ അവർക്കറിയാലോ ഇങ്ങനെ ഇരിക്കുകയാണെന്ന്. അപ്പോൾ അവരെനിക്കിങ്ങനെ എടുത്തു തന്നിട്ട് പറഞ്ഞു, ചേച്ചി ഇത് നന്നായിട്ട് പോകുന്ന ഒരു പ്രൊഡക്റ്റാണ്, ചേച്ചി ഇത് യൂസ് ചെയ്ത് നോക്ക്, ചിലപ്പോൾ ശരിയാവുന്നു. അവരെൻ്റെ ആ ഒരു മാനസികാവസ്ഥയിൽ അവർ ചിന്തിച്ചുകൊണ്ടായിരിക്കും. എന്തായാലും എനിക്ക് ആദ്യം കുറച്ചിങ്ങനെ ഒഫൻഡഡ് ആയിട്ട് ഫീൽ ചെയ്തു, ഇവരെന്താണ് എൻ്റെ കുരുവിനെ പറ്റി ജഡ്ജ് ചെയ്യുന്നതെന്നൊക്കെ തോന്നിയെങ്കിലും, പക്ഷെ അവരുടെ നല്ലതിന് വേണ്ടി പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ സാധനം എടുത്തു. ആൻഡ് ഇതിന് ഏകദേശം എനിക്കൊണ്ട് 150 അങ്ങനെ എന്ത് ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഇത് എടുത്തിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്തായാലും ഒരു 3 weeks ഒക്കെ ആയി കാണും. നല്ല റിസൾട്ട് ഉണ്ട്. കുരുക്കൾ വരുന്നത്, അതായത് എനിക്ക് ഇവിടെ ഇതുണ്ടോ, എനിക്കിപ്പോൾ ഒരു കോമ്പിനേഷൻ പ്ലസ് സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പം പെട്ടെന്ന് എനിക്ക് ഇപ്പോൾ ചൂട് കൂടുന്ന സമയത്ത് എനിക്ക് വേഗം എൻ്റെ ഫേസിൽ അലർജി പോലെ വരും. ഇതുണ്ടോ, ഇപ്പം ഞാൻ എന്തെങ്കിലും ഒന്ന് മാറിക്കഴിച്ചാൽ, അല്ലെങ്കിൽ എൻ്റെ ഇത് ബോഡിക്ക് പിടിക്കാത്തത് വന്നാൽ അപ്പം തന്നെ എൻ്റെ ഫേസിൽ കുരു വരും. അങ്ങനെ ഒരു ഫേസാണ് എൻ്റെ. ആ ഒരു ടൈമിൽ എനിക്കിത് നല്ല യൂസ്ഫുൾ ആയിട്ടാണ് ഫീൽ ചെയ്യണത്. ഇത് ഇസഡെമ്മിൻ്റെ ടീ ട്രീ ആൻഡ് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ആണ്. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ആണ് നിങ്ങൾ തപ്പിക്കൊണ്ട് കൊടുക്കണമെങ്കിൽ ഐ വിൽ സജസ്റ്റ് യു ദിസ്. ട്രൈ ഇറ്റ് ആൻഡ് കമൻറ്റ് ബിലോ. ഓക്കെ, നിങ്ങൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഏരിയകളുണ്ട്. ഫസ്റ്റ് വൺ, നിങ്ങൾക്ക് ആക്നെ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് വൺ, ഈ ഏരിയ. തേർഡ്, ഈ ഏരിയ. ഫോർത്ത്, ഈ ഏരിയ. കാരണം ഇവിടെയൊക്കെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഗഗ് ഡേർട്ട് എല്ലാം വന്നിരിക്കുന്ന സ്പേസ് ആണ്. സോ നിങ്ങളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് ചെയ്യുക. ജസ്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഒരു മിനിറ്റിനുള്ളിൽ ഇറങ്ങിപ്പോകാതെ ഡു ഇറ്റ് പ്രോപ്പർലി. അപ്പോഴാണ് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ ഫേസ് ഒക്കെ വാഷ് ചെയ്തു. ഫേസ് വാഷ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഫേസിലൊരു തിളക്കം കാണാം. നമ്മുടെ ഫേസ് ഫുൾ ക്ലീൻ ആയി കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ എന്താ പറയുക, സ്കിൻ കെയർ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേ ചെയ്തതും സ്കിൻ കെയർ ആണ്. അത് നിങ്ങൾ കമ്പൽസറി ആയിട്ട് ഫോളോ ചെയ്യണം. ഞാൻ പറയുകയാണ്, നിങ്ങൾ ഡബിൾ ക്ലെൻസിങ് ചെയ്തിട്ട് ഒരു 1 month നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തിട്ട് നിങ്ങൾ നോക്ക് നിങ്ങളുടെ സ്കിന്നിനുണ്ടാകുന്ന ചേഞ്ച് എന്താണെന്ന്. എന്നിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ റെഡി വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നെക്സ്റ്റ് നമ്മുടെ എന്താ പറയുക സ്റ്റെപ്പ് വന്നിട്ട് ടോണറാണ്. ടോണർ എനിക്കറിയാം എല്ലാവരും യൂസ് ചെയ്യാറില്ല, പക്ഷെ ഞാൻ ടോണർ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ട ഒരു ടോണറാണ്. ഇച്ചിരി വില കൂടുതലാണ്. കോസാറക്സിൻ്റെ ടോണറാണ് കേട്ടോ. ഇത് കോസാറക്സിൻ്റെ AHA/BHA ക്ലാരിഫയിങ് ട്രീറ്റ്മെൻറ്റ് ടോണർ എന്നാണ് ഇതിൻ്റെ പേര് വന്നിട്ട്. ഇതിൻ്റെ പേര് എനിക്ക് അത്ര ഓർമ്മയില്ല, പക്ഷേ AHA/BHA എന്ന് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പം ഈ ടോണർ ഇതുണ്ടോ, ഞാൻ എന്താ ഇത്ര യൂസ് ചെയ്യുന്നുണ്ട്. സ്പ്രേ ടോണർ ആകുമ്പോൾ ഇത്രയും യൂസ് ചെയ്യണമെങ്കിൽ എത്ര നാൾ യൂസ് ചെയ്താലാണ് ഇത്ര ആവുകയെന്ന് നിങ്ങൾക്ക് ഒരു മിനിമം ഒരാൾക്ക് മനസ്സിലാവും. അപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അത്യാവശ്യം എന്താ പറയുക, സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ആയിട്ട് ഒന്ന് സൂത്തണിങ് ചെയ്യുമെന്ന് പറയും. അതായത് സ്കിന്നിലേക്ക് എന്താ, ഞാൻ അപ്ലൈ ചെയ്യുന്ന മോയ്സ്ചറൈസറിന് ഒരു കോംപ്ലിമെൻറ്റ് പ്രൊഡക്റ്റ് പോലെയാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് എനിക്ക് ഈ ഒരു ടോണർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് ടോണേഴ്സ് യൂസ് ചെയ്തിട്ട് ഞാൻ എല്ലാം പകുതി വഴി നിർത്തിയ ആളാണ്. പക്ഷേ ഇത് ഞാൻ എന്തായാലും ഫുൾ ബോട്ടിൽ യൂസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ടോണർ നന്നായിട്ട് നിങ്ങളുടെ ഫേസിലായിട്ട് അബ്സോർബ് ആയിട്ട് മാത്രം നിങ്ങൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉണ്ടായൊരു ഡിഫറൻസ് മനസ്സിലാവും. സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ആയി ഉണ്ട്, ഒന്ന് ഹൈഡ്രേറ്റ് ആയി. അപ്പോൾ ഈ ഒരു സ്കിന്നിലായിട്ടാണ് ഞാൻ ഇനി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു എന്താ പറയുക, ഒരു ഡീപ്പ് മോയ്സ്ചറൈസിങ് ക്രീമാണ്. സത്യം പറഞ്ഞാൽ കോമ്പിനേഷൻ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ജെൽ ടൈപ്പ് ഓഫ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. മോയ്സ്ചറൈസേഴ്സ് പിന്നെ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു സൈഡിൽ എക്സ്ട്രീംലി ഡ്രൈ ആവാണ്. അതായത് അത് അപ്ലൈ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, പിന്നെ കുറച്ച് സമയത്തിന് ശേഷം ഈ ഒരു സൈഡ് വന്നിട്ട് ഡ്രൈ ആയിട്ട് അവിടെ സ്കിൻ ഡാമേജ് ആവുകയാണ്. അപ്പം അങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഞാൻ കുറച്ച് എന്തായാലും കോമ്പിനേഷനാണ്, ഓയിലിന് ഉപകരിച്ചില്ലെങ്കിൽ നമുക്ക് ഡ്രൈക്കെങ്കിലും ഉപകരിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒരു ക്രീം ബേസ്ഡ് മോയ്സ്ചറൈസറാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഫുൾ വെള്ളി വീഴ. സോ ഇത് വന്നിട്ട് പ്ലമ്മിൻ്റെ
ഇലൂമിനൻസ് ഡീപ്പ് മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ. സോ ഇതെനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ സ്മെല്ല് ഇച്ചിരി ഭയങ്കര പെർഫ്യൂമിക് സ്മെല്ലാണ്, അപ്പം ഞാൻ വിചാരിച്ച് കൊള്ളൂലായിരിക്കുന്നു. പക്ഷേ സാധനം കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല. ഒന്ന് വീതം വെച്ചതൊക്കെ ഒന്ന് ശരിക്കൊന്ന് നോക്കൂ. കോമ്പിനേഷൻ സ്കിന്നിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്തത്. സോ നിങ്ങളുടെ സ്കിന്നിന് വേണ്ടിയിട്ട് വേണം നിങ്ങൾ ഇതൊക്കെ ചെയ്യാനായിട്ട്. നിങ്ങളുടെ സ്കിൻ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ പ്രൊഡക്ട്സ് മേടിക്കാനായിട്ട്. ഒരിക്കലും ഞാൻ പറയുന്നത് കേട്ട് പോയി പ്രൊഡക്റ്റ് മേടിക്കരുത്, ഞാൻ അത് പറയില്ല. ഞാൻ എന്ത് ചെയ്യും, ഞാനിങ്ങനെ പറയും, ഈ ക്ലാരിഫൈങ് ടോണർ നല്ലതാണ്. സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ടോണറാണ് നിങ്ങൾ തപ്പണമെങ്കിൽ നിങ്ങൾ പോയി ഇത് മേടിച്ചോ, ഓക്കെ. അല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കോമ്പിനേഷൻ സ്കിന്നാണ്, ഇവിടെ ഡ്രൈ ആവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രൈ സ്കിന്നാണ്, നിങ്ങളുടെ നോർമൽ സ്കിന്നാണ്, നിങ്ങൾക്ക് ഒരു ഡീപ്പ് മോയ്സ്ചറൈസിങ് ക്രീം വേണമെങ്കിൽ യു ക്യാൻ ബൈ ദിസ്. നിങ്ങളൊരു ഓയിലി സ്കിന്നാണ്, ഞാനിത് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ പോയി ഇത് മേടിച്ച് തേച്ച് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും, 8ന്റെ പണി കിട്ടും. സോ അങ്ങനെയൊന്നും ചെയ്യരുത് ദൈവത്തോർത്ത്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ ഒരു സ്കിന്നിനനുസരിച്ച് മേടിക്കുക. അത് മാത്രമല്ല ഡബിൾ ക്ലൻസിങ് മെത്തേഡ് രാത്രി PM റുട്ടീനിൽ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ നിങ്ങളങ്ങനെ ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ സ്കിന്നിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഡോക്ടറെ പോയി കാണിക്കുക. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ